ഹായ്, നിങ്ങളൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണോ? സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് CA കോഴ്സ് പറ്റുമോ? എൻ്റെ പേര് ജാക്സൺ എബ്രഹാം. ഞാനൊരു ചാർട്ടർ അക്കൗണ്ടൻ്റാണ്. ഇവിടെ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ UK ബേസ്ഡ് ആയിട്ടുള്ള ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു ഫെലോ മെമ്പറാണ്. അതേപോലെ US ബേസ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ്. അതിലുപരി ഞാനും ഒരു സയൻസ് സ്റ്റുഡൻ്റാണ്. ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം, സയൻസ് സ്റ്റുഡൻസിന് CA കോഴ്സ് പറ്റുമോ? CA കോഴ്സ് കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഇട്ടുള്ളതല്ലേ? യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത നമ്മൾ എങ്ങനെ CA കോഴ്സായിട്ട് മുന്നോട്ട് പോകും? ഒട്ടുമിക്ക പിള്ളേരുടെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം. അതിനെല്ലാത്തിനും എനിക്ക് ഒറ്റൊരു ഉത്തരവുള്ളൂ, എനിക്ക് പാസ്സാകുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പാസ്സാവാം. ഞാനും ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻ്റാണ്. അതെ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് അക്കൗണ്ടിങ്, ഈ പറഞ്ഞ +1 +2 കൊമേഴ്സ് പഠിക്കുന്ന പിള്ളേർക്ക് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്കില്ല. പക്ഷേ നമുക്ക് ഉള്ള വേറെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ സയൻസ് ഒരു സ്ട്രക്ചേർഡായിട്ട് നമ്മൾ പഠിക്കുന്ന കാരണം നമ്മുടെ അനലിറ്റിക്കൽ തോട്ട് പ്രോസസ്സും നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് കൊമേഴ്സ് സ്റ്റുഡൻസ് വെച്ച് നോക്കുമ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ ന്യൂമറിക്കൽ സോൾവിങ് സ്കിൽസും അവരേലും സുപ്പീരിയറാണ്. ഇത് കൊമേഴ്സ് സ്റ്റുഡൻസിനെ ചെറുതാക്കാനോ ഒന്നുമല്ല, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. സയൻസ് സ്റ്റുഡൻസിൻ്റെ ഈ ഒരു ലോജിക്കൽ സൈഡ് അവരുടെ അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കണം നമ്മൾ CA കോഴ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. CA കോഴ്സ് മാത്രമല്ല, നമ്മളിതിൻ്റെ പ്രാക്ടീസോ അല്ലെങ്കിൽ ഇതിൻ്റെ ജോലിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഒരു കോംപ്ലക്സ് എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ബിസിനസ് വേൾഡ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ പല പ്രോബ്ലംസ് അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് നമ്മൾ തരണം ചെയ്യേണ്ടി വരും. അവിടെ നമ്മുടെ ഈ പറഞ്ഞ അനാലിസിസും ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസും നമ്മൾ സ്ട്രക്ചേർഡായിട്ട് സയൻസ് സ്റ്റുഡൻ്റായിട്ട് നമ്മൾ പഠിച്ചേണ്ട കുറേ കാര്യങ്ങളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ CA കോഴ്സിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്ന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിങ്. ഈ അക്കൗണ്ടിങ് നിങ്ങൾക്ക് സയൻസായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ എളുപ്പമായിട്ട് മാറും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഈ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ബേസിക്കായിട്ട് ഉള്ളൊരു ബേസിക് കോൺസെപ്റ്റാണ് ഡ്യുവൽ എൻട്രി സിസ്റ്റം, ഡെബിറ്റും ക്രെഡിറ്റും. ഞാൻ ഒരു സയൻസ് സ്റ്റുഡൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാക്കാനായിട്ട്. പക്ഷെ ഞാൻ ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ ഫിസിക്സിലുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഇതിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, matter cannot be created, it can be only converted from one form to another. നമ്മൾ 4ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇതേപോലെ തന്നെ ന്യൂട്ടൻ്റെ 3rd law of motion നമ്മൾ പഠിക്കുന്നുണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ 2 പ്രിൻസിപ്പിൾസ് ആണ് ഡ്യുവൽ എൻട്രി സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നൗ ഇത് നമുക്ക് ലോജിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, അക്കൗണ്ടിങ്ങിൽ നമുക്ക് ലോജിക്കലി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അക്കൗണ്ടൻസി ബിക്കംസ് എ ലോട്ട് ഈസിയർ. ഞാൻ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ ഇത് മനസ്സിലാക്കാനും ഒരു പുതിയ സബ്ജക്റ്റ്, ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്ന പോലെ സമയമെടുക്കും. പക്ഷേ പതുക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് തന്നെയാണ് CA കോഴ്സ് വിഷനൈസ് ചെയ്യുന്നത്. CA കോഴ്സിൻ്റെ എലിജിബിലിറ്റിക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ സയൻസ് സ്റ്റുഡൻസിന് പറ്റില്ല എങ്ങും പറയുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ആർക്കും ഈ കോഴ്സ് എടുക്കാം. ഇതിന് വേണ്ട ഒരു ബേസിക് സ്കിൽ ഒറ്റൊന്നാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾക്കൊരു ലോജിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ട്, നിങ്ങൾ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ
ഡെഫിനറ്റ്ലി CA കോഴ്സ് നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് ഒരു സയൻസ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ പോസിബിൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ടെന്ന് നമുക്ക് നോക്കാം. സാധാരണ കേസിൽ എല്ലാ സയൻസ് സ്റ്റുഡൻസും ചിന്തിക്കേണ്ട ഒരു കാര്യം എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, ആർക്കിടെക്റ്റ് ആവാം, പല പിള്ളേർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആയിട്ട് പോകാറുണ്ട്. ഇതും CA കോഴ്സും തമ്മിൽ നമുക്കൊന്ന് നമുക്കൊന്ന് വേറെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. യെസ്, ഡെഫിനറ്റ്ലി CA കോഴ്സ് ഈ കോഴ്സുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരുവിധം പഠിക്കുന്ന പിള്ളേർക്ക് ഒരു 5 വർഷത്തുള്ള CA കോഴ്സ് പാസ്സാവാം. ബാക്കിയുള്ള ഈ പറഞ്ഞ പ്രൊഫഷൻസ് നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ് 4 വർഷത്തുള്ളിൽ പാസ്സാവാം. MBBS 5.5 വർഷത്തുള്ളിൽ പാസ്സാവാം. ഹോട്ടൽ മാനേജ്മെൻറ്റ് 4 വർഷത്തുള്ളിൽ പാസ്സാവാം. ആർക്കിടെക്ചർ കോഴ്സ് എഗെയിൻ 4 വർഷത്തുള്ളിൽ പാസ്സാവാം. ഇതൊക്കെ പാസ്സായതിനു ശേഷം അടുത്ത സ്റ്റേജാണ് ഇമ്പോർട്ടൻറ്റ്, ജോലി സാഹചര്യം. എഞ്ചിനീയറിംഗ് 4 വർഷം പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റ് എന്ത് ശമ്പളം തരാൻ തയ്യാറായിരിക്കും? ഒരു MBBS ഡോക്ടർ 5.5 വർഷം കഴിഞ്ഞിട്ട് പാസ്സാകുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിൽ ഏറ്റവും നന്നായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഒരു ഗവൺമെൻറ് MBBS ഡോക്ടറിന് മാക്സിമം കിട്ടുന്ന ശമ്പളം 60,000 രൂപയാണ് പ്രതിമാസം. ഒരു ആർക്കിടെക്റ്റിന് പ്രതിമാസം ശമ്പളം ഈ പറഞ്ഞ പഠിച്ച് ഉടനെ തന്നെ പാസ്സായിട്ട് ഉടനെ കിട്ടുന്ന ശമ്പളം ഏകദേശം 35,000 രൂപയാണ്. എൻജിനീയേഴ്സിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒന്ന്, ശമ്പളം കമ്പാരിറ്റീവ്ലി കുറവാണ്, അതേപോലെ തന്നെ ഒരുപാട് പേര് അവൈലബിൾ ആയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് 5 വർഷം പാസ്സായി കഴിയുമ്പോൾ ഏറ്റവും മിനിമം ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 70,000 പെർ മന്ത്, മാക്സിമം അപ് ടു 3 lakh പെർ മന്ത്. പെർ മന്താണ് ഈ പറയുന്നത്, പെർ ഇയർ അല്ല, പെർ മന്താണ്. കാര്യം കേൾക്കുമ്പോൾ നല്ലതാണെങ്കിലും എല്ലാ നല്ല സാധനങ്ങൾക്കും ഒരു ദോഷവശമുണ്ട്. CA പഠിത്തത്തിൽ ഏറ്റവും നെഗറ്റീവായ സൈഡ് ഇത് പാസ്സാവാൻ ബുദ്ധിമുട്ടാണ്. വളരെ കുറച്ച് പേരെ പാസ്സാവുന്നുള്ളൂ. എണ്ണത്തിൽ കുറവായ കൊണ്ട് തന്നെയാണ് ജോലിക്കെടുക്കുമ്പോൾ കൂടുതൽ ശമ്പളം കൊടുത്ത് അവരെടുക്കുന്നത്. കാരണം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ വളരെ ലിമിറ്റഡാണ്. ഇത് ഒരേ സമയത്ത് CA സ്റ്റുഡൻസിന് ഒരു അഡ്വാൻറ്റേജുമാണ്, ഡിസഡ്വാൻറ്റേജുമാണ്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പാസ്സായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ശമ്പളത്തിൽ ജോലിക്ക് കയറാം. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത്ര എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റില്ല. എന്തുകൊണ്ട് പാസ്സാകാൻ പറ്റുന്നില്ല? CA കോഴ്സ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇൻഫാക്റ്റ് ഇത് കറക്റ്റാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പുതിയ ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് നിർബന്ധമാണ് നമ്മളെപ്പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ആയിരിക്കണം. നമ്മുടെ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് അവർ കീപ്പപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഓരോ തവണ അവരുടെ പേപ്പർ കറക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഫഷണലിസം അവരുടെ ആൻസർ പേപ്പറിൽ കാണുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും നോക്കും. കാരണം നമുക്ക് നമ്മളെപ്പോലെ തന്നെ പ്രൊഫഷണലിസം കാണാത്തൊരു പേപ്പർ നമുക്കൊരിക്കലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പാസ് പെർസെൻറ്റേജസ് ആർ അപ്രോക്സിമേറ്റ്ലി ബിറ്റ്വീൻ 10% and 25%. മറ്റേ കോഴ്സുകൾ 50%, 60%, 70% വരെ പാസ് പെർസെൻറ്റേജ് ഉള്ളപ്പോൾ CA കോഴ്സിന് 10%, 25% ഇടയിലാണ് നോർമലി ഇതിന് പാസ് പെർസെൻറ്റേജ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നല്ല സാധനങ്ങൾക്കും അതിൻ്റെ ഒരു നെഗറ്റീവ് വശമുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു 22-23 വയസ്സിൽ നിങ്ങൾക്ക് CA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ഏജിൽ നിങ്ങൾക്ക് 1,00,000 രൂപ വെച്ച് എല്ലാ മാസം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ, ഞാനീ പറയുന്നത് ഇപ്പോഴത്തെ റേറ്റാണ്. ഒരു 5 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തോരം ഏൺ ചെയ്യാൻ പറ്റും.
നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട്? ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങളാണ്. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് കൈ എത്തിപ്പിടിക്കാനും ഇത് ഒരു ഹെൽപ്പായിരിക്കും. ഒരു കാര്യം നിങ്ങളെപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ഏത് സ്ട്രീമിൽ നിന്ന് വന്നു, അതല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കാം. നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഇതൊക്കെയാണ്. ഏത് സ്ട്രീം വേണേ ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏത് വേണേ ആയിക്കോട്ടെ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ഡെഡിക്കേറ്റഡായിട്ട് പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഏതറ്റത്തേക്ക് പോകാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി CA നിങ്ങൾക്കുള്ളതാണ്. താങ്ക് യു.